ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ അസീന യൂനസ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ സദ്യക്ക് പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാക്കിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ സദ്യക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. അതിന് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് 1/2 കപ്പ് പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ പരിപ്പിൻ്റെ മുകളിലേക്ക് വരുന്നത്രക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിൻ്റെ വേണ്ട കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം മത്തങ്ങ, കൊത്തമര ഒരു 10-12 കൊത്തമര എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 വഴുതിനിങ്ങ, 1 ക്യാരറ്റ്, 1 സവോള, 1 തക്കാളി, കുറച്ച് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറുള്ളി, വെണ്ടക്ക. ഈ വെളുത്തുള്ളിയും ചെറുള്ളിയും വെണ്ടക്കയും നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. കുറച്ച് കോൽപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പരിപ്പ് ഞാൻ ഒരൊറ്റ വിസിലടിച്ചപ്പോൾ അത് ഓഫ് ചെയ്തു കേട്ടോ. ഇനി പ്രഷർ കളഞ്ഞെടുക്കണം കേട്ടോ. പ്രഷർ ഫുള്ളായിട്ട് കളഞ്ഞെടുത്തതിന് ശേഷം പരിപ്പ് കണ്ടില്ലേ, ഇത് ഇത്രയ്ക്കും വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉടച്ചെടുത്തിട്ടില്ല. ഇത്രയും വെന്തപ്പോൾ ഞാൻ വിസിലൊക്കെ കളഞ്ഞെടുത്തു. ഒരൊറ്റ വിസിലടിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുക്കുന്നുണ്ട്. വയറ്റാനുള്ള കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചില്ലേ, അതൊഴിച്ച് മറ്റുള്ള എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുക്കണം കേട്ടോ. ചെറുള്ളിയും വെളുത്തുള്ളിയും വെണ്ടയ്ക്കയും ഇതിൽ ഇട്ടുകൊടുക്കുന്നില്ല, മറ്റുള്ള എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഒരു മുരിങ്ങക്കായും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഞാൻ എടുത്തിട്ടുള്ള കുക്കർ ചെറുതായി പോയിട്ട് അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ടുണ്ടെങ്കിലും നമുക്ക് ടെൻഷനൊന്നും ആവണ്ട. അത് ഞാൻ ഒരു ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. പുറത്തേക്ക് തിളച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കായത്തിൻ്റെ പൊടി, ഒരു 1/4 സ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം തിങ്ങിയിരിക്കുന്നത് കാരണം തന്നെ എനിക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ കുക്കറിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിസിലടിക്കുമ്പോൾ ഇത് പുറത്തേക്കൊന്നും പോവില്ല. വിസിലടിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഞാൻ ഇതേ കുക്കറിലേക്ക് ഇറങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ ഫുള്ളായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ ഫുള്ളായിട്ട് സാധനങ്ങൾ ഉണ്ടെങ്കിലും ടെൻഷൻ ആവണ്ട. ഇതുപോലെ ഒരു സ്പൂൺ ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് ഒന്നും അത് ചീറ്റിയിട്ട് പോവില്ല കേട്ടോ. അല്ലെങ്കിൽ വിസിലടിക്കുമ്പോൾ അതിൻ്റെ മസാല ഒക്കെ പുറത്തേക്ക് പോവില്ല ഫുള്ളായിട്ടുള്ള കാരണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് പോവാത്തത് കണ്ടില്ല. വിസിലടിക്കുമ്പോൾ തരി പോലും പുറത്തേക്ക് പോയില്ല. അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി അതിൻ്റെ പ്രഷർ ഞാൻ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ പ്രഷറെല്ലാം കളഞ്ഞു. കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു മൺകലത്തിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സാമ്പാർ കഷ്ണങ്ങൾ അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ മത്തങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞു പോയി കിട്ടും, അല്ലെങ്കിൽ ഇവർ കഴിക്കില്ല കേട്ടോ. ഇനി ആ പുളി ഞാൻ നല്ലോണം പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലാണ് കറക്റ്റ് അതിൻ്റെ പുളി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുളി ഞാൻ ഒരു വലിയൊരു നെല്ലിക്കയുടെ അളവിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ പുളിക്ക് പുളി കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് എടുക്കാം.
ഇനി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഈ ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുള്ളിയും വെളുത്തുള്ളിൻ്റെയും ഒരു പച്ചമണക്കം മാറി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്കില്ല, ആ വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെണ്ടയ്ക്കനെ ഒന്ന് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സാമ്പാർ പൊടി വേണ്ട, 1.5 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ അത്രയും സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സാമ്പാർ പൊടിയുടെ ഒരു പച്ചമണം പോണ വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് പച്ചമണക്ക് മാറി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാറില്ലേ, അതിലേക്ക് ഞാൻ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും സാമ്പാർ പൊടിയൊക്കെ ഉള്ള മിക്സ് ഇല്ലാതെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് സാമ്പാർ പൊടി അവിടെ ഒട്ടി പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചട്ടിയിൽ കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് അതിനൊന്ന് ഇളക്കിയിട്ട് പിന്നെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ 5 മിനിറ്റോളം തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവിട്ടെടുത്തു. ഉലുവിട്ടെടുത്തതിന് ശേഷം വറ്റൽമുളക് ഇട്ടുകൊടുത്തു. വറ്റൽമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ അടച്ചു വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. താളിച്ച വശം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ കറിയിൽ നല്ലോണം പിടിക്കും. അപ്പം അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓണത്തിന് മാത്രമല്ല, അല്ലെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴും ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് കയറി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് നല്ല റെസിപ്പികളായിട്ട് ഞാൻ വരാം. ഓണം സ്പെഷ്യലായിട്ട് ഒരുപാട് നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യേ മറക്കല്ലേ.